ഹായ് കൂട്ടുകാരെ, ഹായ്, പ്രൈസ് ദി ലോർഡ്. എൻ യേശു എൻ സംഗീതം, എൻ ബലമാകുന്നു, താൻ ജീവന്റെ കീടം എനിക്കു തരുന്നു. നിൻമുഖത്തിൻ പ്രകാശം ഹായ് എത്ര മധുരം, നല്ലൊരവകാശം എന്റേതു നിശ്ചയം. ഹല്ലേലൂയ. ബാസൽ മിഷന്റെ മിഷണറിയായി നാഗർ എത്തിയത് കൊണ്ട് തന്നെ വാണിയംകുളത്തുള്ള ബാസൽ മിഷൻ കേന്ദ്രത്തിന്റെ തലവനാക്കാൻ അവർ തീരുമാനിച്ചു. അതുകൊണ്ട് നാഗർ കണ്ണൂർ വിട്ട് വാണിയംകുളത്തേക്ക് യാത്രയായി. സ്കൂൾ നടത്തുക, ചെറിയ തോതിലൊരു ഇൻഡസ്ട്രി അങ്ങനെ തുടങ്ങിയ നടത്തിക്കൊണ്ടു പോകാനുള്ള ആ ഭാരം ഏറ്റെടുത്തപ്പോൾ തൻ്റെ സ്വതന്ത്രമായ സുവിശേഷ പ്രവർത്തനം എന്ന ലക്ഷ്യത്തിന് ഒരു വിലങ്ങ് തടിയായി മാറി. എന്നാൽ ആ നാടുകളിൽ പുതിയ നിയമം പഠിക്കുന്നതിന് ധാരാളം സമയം നമ്മുടെ ഭക്തനായ നാഗർ ഉപയോഗിച്ചു. കർത്താവിന്റെ വചനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരു ഭക്തൻ. മത്തായി സുവിശേഷം 28-19-20 വാക്യങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. നാഗൽ അല്പം ആശയക്കുഴപ്പത്തിലായി തീർന്നിരിക്കുകയാണ്. ഒരു വിശ്വാസി ജീവിതത്തിൽ അനുസരിക്കേണ്ട പടികളെ കുറിച്ച് താൻ പഠിച്ചുകൊണ്ടേയിരുന്നു. അന്നത്തെ ബാസൽ മിഷന്റെ ഡയറക്ടറായിരുന്ന റവറൻഡ് ഫോൺ മേയറിനെ വേദപുസ്തകങ്ങളെ, ആ സത്യങ്ങളെ കുറിച്ച് പല കത്തുകളും താൻ എഴുതുകയുണ്ടായി. ഇത്ര കഴിവുള്ള ഒരു വ്യക്തിയെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ലായിരുന്നു. അതുകൊണ്ട് മിഷൻ വിട്ടു പോകാതിരിക്കേണ്ടതിന് നാഗറിന്റെ ശമ്പളം കൂട്ടിക്കൊടുക്കുകയും പല ഉത്തരവാദിത്തങ്ങൾ നാഗറിനെ ഏൽപ്പിക്കുകയും ചെയ്തു. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നതാണ് നല്ലത് എന്ന് പത്രോസും അപ്പോസ്തലനും പറഞ്ഞതുപോലെയുള്ള ഒരു ചിന്തയായിരുന്നു നാഗറിന്. മലാഖി പ്രവചനത്തിൽ നാം കാണുന്നു, അതിന്റെ 3-16-17 വാക്യങ്ങൾ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. അവർ എനിക്ക് നിക്ഷേപമായിരിക്കും എന്നുള്ള ആ വചനങ്ങൾ, സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്നുള്ള വചനങ്ങൾ നാഗറിന്റെ ജീവിതത്തിൽ അത് അതിയായൊരു സന്തോഷം നൽകി. നാഗറിന് മനസ്സിലായി, ബാസൽ മിഷന്റെ സഹായത്താൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുക. അതെ, ദൈവം ഒരിക്കൽ പ്രതിഫലം നൽകുന്ന ദൈവമാ എന്ന കർത്താവിന് വിശ്വസ്തയോടെ സേവിക്കാനായിട്ട് തീരുമാനം എടുക്കുന്നതിനുള്ള ഒരു വചനത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് അങ്ങനെ യുവാവായ നാഗറിന് തീരുമാനം എടുക്കാൻ പറ്റിയില്ല എങ്കിലും പിന്നീട് അദ്ദേഹം പൂർണ്ണസമയം കർത്താവിനായിട്ട് വേർതിരിച്ചു. അതോടുകൂടി ബാസൽ മിഷനുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. എന്നാൽ അതോടുകൂടി തനിക്ക് ലഭിച്ചിരുന്ന സഹായങ്ങളെല്ലാം നിന്നു. എന്നാൽ വിശ്വസ്ത താൻ ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഭാവിയിലോട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ശൂന്യതയാണ് തോന്നിയതെങ്കിലും കർത്താവിൽ ആശ്രയിച്ച് മുന്നേറാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു. വാണിയംകുളത്ത് താമസിക്കുന്ന സമയത്ത് തനിക്ക് കുറച്ച് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സത്യാർത്ഥി എന്ന ഒരു സഹായകൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. നാഗറിന്റെ കൂടെയുള്ള വാസം സത്യാർത്ഥിയെ കർത്താവിങ്കിലേക്ക് വരുന്നതിന് ഇടയാക്കി തീർത്തു. നാഗർ തൻ്റെ സാധനങ്ങൾ ഇങ്ങനെ എല്ലാം പെറുക്കി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സത്യാർത്ഥിയോട് പറഞ്ഞു, സത്യാർത്ഥി,
നീ ഇനി വേറെ ജോലി എന്തെങ്കിലും ഒരു പണി നീ നോക്കിക്കോളൂ, എനിക്ക് നിനക്ക് ശമ്പളം തരാനായിട്ട് ഇനി ഒരു നിവൃത്തിയുമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സത്യാർത്ഥി നാഗലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്നെ വിട്ടു പോകാനായിട്ട് എന്നോട് പറയല്ലേ, നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ വരും. നിന്റെ കൂടെ താമസിച്ച് വലിയ സന്തോഷവും സമാധാനവും ഒക്കെ എനിക്ക് അനുഭവിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നാഗലും സത്യാർത്ഥി അവരൊരുമിച്ച് പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി. അവർ മുട്ടുമടക്കി എന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവെ, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അങ്ങയുടെ നാമത്തിനു വേണ്ടി, അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗപ്പെടുന്ന സ്ഥലത്തേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥന കേട്ടത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ആമേൻ. അങ്ങനെ പ്രാർത്ഥനയോടെ അവർ ഒരുങ്ങി. 1896 പാസ്റ്റർ മിഷനോട് യാത്ര പറഞ്ഞ് വാണിയംകുളം എന്ന സ്ഥലത്ത് നിന്ന് പ്രത്യേക ഒരു ലക്ഷ്യമില്ലാത്ത തെക്കോട്ട് യാത്ര ആരംഭിച്ചു. എന്നാൽ തൻ്റെ സാധനങ്ങൾ എല്ലാം ഒരു കാളവണ്ടിയിൽ വെച്ചു. 10 രൂപ കാളവണ്ടിക്കാരന് കൊടുത്തിട്ട് പറയുകയാണ്, ഈ പണം കൊണ്ട് എവിടെയാണ് എത്താൻ കഴിയുക അവിടം വരെ പോകുക എന്ന് പറഞ്ഞു. വടക്കോട്ട് പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. കാരണം പാസ്റ്റർ മിഷന്റെ ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് അവരുടെ സഹായം സ്വീകരിക്കാനായിട്ട് തനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ അബ്രഹാമിനെ പോലെ വിശ്വാസത്താൽ ദൈവം കാണിക്കുന്ന ദേശത്തേക്ക് പോകാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ യാത്ര ആരംഭിച്ചു. എന്നാൽ എവിടെയായിരുന്നാലും ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് താൻ ആഗ്രഹിച്ചു. കാളവണ്ടി കുന്നംകുളം ടൗണിൽ എത്തിച്ചേർന്നു. കാളവണ്ടിക്കാരനോടനെ പറഞ്ഞു, തന്ന കാശിന്റെ ദൂരം എത്തിയിട്ടോ. നാഗൽ ചുറ്റുപാട് നോക്കി. തൻ്റെ കണ്ണുകൾ അവിടെ എഴുതി വെച്ചിരുന്ന ഒരു ബോർഡിൽ പതിഞ്ഞു. പ്രയർ ഹാൾ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാളവണ്ടിക്കാരനോട് നാഗൽ പറഞ്ഞു, ഇവിടെ വണ്ടി നിർത്തിക്കോളൂ. അങ്ങനെ വണ്ടി നിർത്തി അവിടെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. എന്നിട്ട് നാഗൽ മുകളിലേക്ക് നോക്കി. ദൈവമേ, എന്ത് ചെയ്യും? എന്നാൽ അവിടെ നടന്ന ആ സംഭവങ്ങളിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം. വരുന്ന ദിവസം നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ഇന്നത്തെ വാക്യം മത്തായി 28:19-20. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. നല്ലവൻ തന്നാശ്രിതർക്കെല്ലാം മാറാത്ത മഹാവിശ്വസ്ത താൻ നിത്യ പാറയാ. God bless you.